കോഴിക്കോട് ഒളവണ്ണ സ്വദേശിയായ സഹീർ ഹുസൈൻ്റെ 2 നില വീടാണ് അപകടത്തിൽപ്പെട്ടിട്ടുള്ളത്. ദൃശ്യങ്ങളിൽ കാണുന്ന പോലെ തന്നെ താഴത്തെ നിലയാണ് ഭൂമിയുടെ ഉള്ളിലേക്ക് താഴ്ചയിലേക്ക് പൂർണ്ണമായും ഇടിഞ്ഞു താഴ്ന്നിട്ടുള്ളത്. ഈ സംഭവം നടക്കുന്നത് രാവിലെ 11 മണിയോട് കൂടിയായിരുന്നു. സഹീർ ഹുസൈൻ്റെ ഭാര്യയും മകനും ഈ വീട്ടിൽ ആ സംഭവ സമയത്തുണ്ടായിരുന്നു. മകൻ ഈ ചെറിയ ശബ്ദം കേട്ടുകൊണ്ട് അമ്മയോട് പറയുകയും തുടർന്ന് ഇരുവരും ഈ വീട്ടിൽ നിന്നും ഉടൻ തന്നെ രക്ഷപ്പെടുകയുമായിരുന്നു. സഹീർ ഹുസൈൻ ആ സമയത്ത് വീട്ടിലുണ്ടായിരുന്നില്ല. ഇപ്പോൾ ഈ വീടിൻ്റെ ഉടമയായിട്ടുള്ള സഹീർ ഹുസൈൻ തന്നെ 24-നോടൊപ്പം ചേരുന്നുണ്ട്. എന്താ ചേട്ടാ സംഭവിച്ചേ? ഞാൻ രാവിലെ പണിക്ക് പോയത്, പുലർച്ചയ്ക്ക് 4:30 മണിക്കാണ് പണിക്ക് പോയത്. അങ്ങനെ എന്നെ വിളിച്ച് പറഞ്ഞത് 9:30 10 മണിൻ്റെ ഉള്ളിൽ എന്നെ വിളിച്ച് അങ്ങനെ വീട് ചെരിഞ്ഞിക്കണമെന്ന് പറഞ്ഞു. അങ്ങനെ വന്ന് നോക്കുമ്പോൾ ഇങ്ങനെയാണ് കാണുന്നത്. ഭാര്യയും അയൽവാസിയും കൂടെയാണ് ഇത് കണ്ടത്. രണ്ടുപേര് വീട്ടിലുണ്ടായിരുന്നല്ലേ? മോളെ കുട്ടിയും ഭാര്യ ഉണ്ടായിരുന്നു. മോളുടെ കുട്ടിയാണല്ലേ? കുട്ടി. അവർക്ക് പരിക്കൊന്നുമില്ല? പരിക്കൊന്നുമില്ല. ഇതിൻ്റെ അകത്തുണ്ടായിരുന്ന സാധനങ്ങളൊക്കെ അടിയിലേക്ക് പോയി. ഇവിടെ ഇങ്ങനെ ഈ വെള്ളം കയറുന്ന പ്രദേശമാണ്? വെള്ളം കയറിയിട്ടുണ്ട്. എന്താ ഈ അധികൃതർ ഇപ്പോൾ വില്ലേജ് ഓഫീസറൊക്കെ വന്നല്ലോ, എന്താ പറയുന്നത്? പറഞ്ഞിട്ടുണ്ട്, എല്ലാം ഇതായിട്ട് എഴുതിയെടുത്തിട്ട് പോയിട്ടുണ്ട്. വീട് പണിതിട്ട് ഇപ്പോൾ എത്ര കാലമായി? വീട് കഴിഞ്ഞിട്ട് ഒരു 4 കൊല്ലം. ലോണൊക്കെ എടുത്ത് ചേട്ടൻ എന്താ ചെയ്യുന്നത്? പാളത്തിലാണ്, ചെറുപാളത്തിലാണ് പണി, ചുമട്ട് തൊഴിലാളി. ഇന്നലെ മോളെടുത്തായിരുന്നു, മോളെ വീട്ടിൽ നിന്ന് ഇന്നലെ രാത്രിയാണ് വന്നത്. ഇവിടെ പകലായോണ്ട് വലിയ പരിക്കൊന്നുമില്ലാണ്ട് കഴിച്ചല്ലേ. അതുതന്നെയാണ്. സാധാരണക്കാരനായ ഒരു തൊഴിലാളി കൂടിയാണ്. 4 വർഷം മുമ്പാണ് ഈ വീട് പണിതിട്ടുള്ളത്. നിസ്സാര സമയം മാത്രമേ ആയിട്ടുള്ളൂ. ഈ പ്രദേശത്ത് വെള്ളം കയറുന്ന ഒരു പ്രദേശം കൂടിയാണ്. അതുകൊണ്ട് ഈ ആളുകളെയൊക്കെ മാറ്റി പാർപ്പിച്ചിരിക്കുകയായിരുന്നു. ഇന്നലെയാണ് ഈ വെള്ളം ഇറങ്ങിയപ്പോൾ ഇന്നലെയാണ് ഇവർ വീട്ടിലേക്ക് വന്നത്. ഇന്ന് രാവിലെ സഹീർ ഹുസൈൻ ജോലിക്ക് പോയി. പക്ഷേ 2 പേർ വീട്ടിലുണ്ടായിരുന്നു. എന്തായാലും ആ 2 പേർ പരിക്കേൽക്കാതെ അത്ഭുതകരമായി രക്ഷപ്പെട്ടു എന്നത് ആശ്വാസകരമാണ്. അപ്പോഴും വീടിൻ്റെ ഒരു നില താഴത്തേക്ക് മണ്ണിനടിയിലേക്ക് താഴ്ന്നിരിക്കുന്ന ഒരു സാഹചര്യമാണ്. വില്ലേജ് ഓഫീസർ ഉൾപ്പെടെ സ്ഥലത്തെത്തി സ്ഥിതിഗതികൾ പരിശോധിച്ചിട്ടുണ്ട്. വേണ്ട നടപടി സർക്കാരിൻ്റെ ഭാഗത്തുനിന്ന് ഉണ്ടാകുമെന്ന് വില്ലേജ് ഓഫീസർ അറിയിച്ചിട്ടുണ്ട്. പോലീസും ഇവിടെ എത്തി നിലവിലെ സാഹചര്യം പരിശോധിച്ചിട്ടുണ്ട്. എന്താണെങ്കിലും സർക്കാരിൻ്റെ ഭാഗത്തു നിന്നും ഈ വീട് തകർന്നതുമായി ബന്ധപ്പെട്ടൊരു അടിയന്തര നടപടി, അതിനുവേണ്ട ആശ്വാസം, അതിനുവേണ്ട പണം താൽക്കാലികമായെങ്കിലും നൽകണമെന്നാണ് സഹീർ ഹുസൈൻ ആവശ്യപ്പെടുന്നത്. പ്രജ്വൽ സുരേഷിനൊപ്പം രാഹുൽ സുരേഷ്, 24 കോഴിക്കോട്.